തെക്കൻ ഭദ്രാസനത്തിൽപ്പെടുന്ന അന്ത്യോക്യ വിശ്വാസികൾ ഒന്നടങ്കം ഓമല്ലൂർ മഞ്ഞനിക്കര മാർ സ്തേഫാനോസ് പള്ളിയിൽ നിന്നും 7 മൈൽ ദൂരം വരെ നാനാജാതി മതസ്ഥരും ചേർന്ന് വീഥികളെല്ലാം അലങ്കരിച്ചു. ഗവൺമെന്റ് അധികൃതരും പോലീസ് സൈന്യങ്ങളും എഴുന്നള്ളത്തിന് വേണ്ടതായ എല്ലാ സഹായങ്ങളും ഒരുക്കം ചെയ്തുകൊണ്ടിരുന്നു. റോഡിന് ഇരുവശങ്ങളിലും ദീപങ്ങൾ തെളിഞ്ഞു നിന്നു. അന്ന് ജെറുസലേം നഗരിയിലേക്ക് എഴുന്നള്ളിയ കർത്താവിനെ സ്വീകരിച്ച് ആനയിച്ചതുപോലെ എല്ലാ ഭവനങ്ങളുടെയും മുൻപിൽ വെള്ളവിരിച്ച് പരിശുദ്ധി വരുത്തി മോടി പിടിപ്പിച്ചിരുന്നു. മഹാജനക്കൂട്ടത്തിന് മുൻപിൽ 300 സൈക്കിളുകൾ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരുന്നു. അതോടൊപ്പം അന്ന് യുവാവായിരുന്ന ദിവംഗതനായ ഇലവിനാമണ്ണിൽ ബഹുമാനപ്പെട്ട ഇഒ തോമസ് കോർ എപ്പിസ്കോപ്പ ക്യാപ്റ്റനായുള്ള വാളണ്ടിയർ സേന ബാബാ തിരുമേനിയുടെ വാഹനത്തിന് മുൻപിലായി അടിവെച്ചടിവെച്ച് അകമ്പടി സേവിച്ചത് ആരിലും കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു. തിരുമേനി മഞ്ഞനക്കര പള്ളിയോടടുക്കും തോറും ജനക്കൂട്ടം നിയന്ത്രണാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. റോഡിന്റെ ഇരുഭാഗത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തെ പരിശുദ്ധ പിതാവ് അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊണ്ടിരുന്നു. പത്തനംതിട്ട പട്ടണം പോലും ഞെട്ടിത്തെരിക്കുമാറ് ദിഗന്ധങ്ങളെ ഭേദിക്കുന്ന വെടിയൊച്ചകളും ഗ്രാമമുട്ടക്ക് നിറഞ്ഞു മാറ്റിക്കൊണ്ടിരുന്നു. ഭക്തിഗാനങ്ങളും ആലപിച്ചുകൊണ്ട് ജനസഹസ്രങ്ങൾ നൽകിയ വരവേൽപ്പ് സ്വീകരിച്ച് സുസ്മേരവദനായി മന്ദം മന്ദം എഴുന്നള്ളി വന്ന ബാബാ തിരുമേനി 1932 ഫെബ്രുവരി മാസം 11-ാം തീയതി മകരമാസം 29-ന് വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി മഞ്ഞനിക്കര മാർ സ്തേഫാനോസ് പള്ളിയിൽ എഴുന്നള്ളി വന്നു. പരിശുദ്ധനാം ബാവ പള്ളിയിൽ വന്നപ്പോൾ എല്ലാം മറന്നു ജനം അണഞ്ഞു. പുൽക്കോടികൾ പോലും കോരിത്തരിച്ചു പോയി 10,000 വന്നു ദർശനത്തിനായി. പുൽക്കൊടികൾ പോലും കോരിത്തരിച്ചു പോയി 10,000 വന്നു ദർശനത്തിനായി. പത്തനംതിട്ട പട്ടണത്തോടടുത്ത് കിടക്കുന്ന ഓമല്ലൂർ മഞ്ഞിനിക്കര കുന്നിൻ പുറത്തുള്ള മാർ സ്തേഫാനോസ് പള്ളിയും ആ പ്രദേശവും എന്തോ ഒരു പുതുയുഗ ചൈതന്യത്തിന്റെ കുളിർകാറ്റ് വീശി. വലിയൊരു മാറ്റത്തിന്റെ മണിനാദം താനെ മുഴങ്ങി. സുഗന്ധ പരിമളം ആ പ്രദേശമെങ്ങും നിറയപ്പെട്ടു. അനാഥരായി കിടന്നിരുന്ന കുഞ്ഞാടുകളുടെ ഇടയൻ വന്നണഞ്ഞുവെന്ന് വഴിയോരങ്ങളിലൂടെ ജനം വിളിച്ചു പറഞ്ഞു. വേദനയുടെയും പീഡനങ്ങളുടെയും കഥകളിൽ ആണ്ടുകിടന്ന ആ ആത്മീയ ഗ്രാമം ഒരു ദിവ്യപ്രകാശത്താൽ ഉയർത്തെഴുന്നേറ്റതുപോലെ. ആകെക്കൂടി മഞ്ഞിനിക്കരയിൽ ഒരു സൂര്യോദയം. ഇലവിനാമണ്ണിൽ അച്ഛൻ പല പ്രാവശ്യം ഉരുവിട്ടു. കർത്താവിന് സ്തോത്രം. പുണ്യപിതാവിനെ ഒന്ന് ദർശിക്കുവാൻ വരുന്ന ജനങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറയും, വദനം നിർമ്മലം ശൈശവരൂപമത്രേ, ദർശനം നിശ്ചയം ദൈവീക ദാനമത്രേ, സ്പർശനത്താൽ പാപക്കറകൾ മാറ്റും, ആരെയും അലിവോടെ ആശ്ലേഷിക്കുന്ന പുണ്യശ്ലോകൻ. മഞ്ഞനിക്കരയിൽ വാസം തുടങ്ങിയ പരിശുദ്ധ പിതാവ് അടുത്ത ദിവസം ഇലവിനാമണ്ണിൽ കുര്യാക്കോസ് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, കശീശായ്ക്ക് നാം ഇവിടെ 6 ദിവസം താമസിച്ചാൽ പോരാ എന്നുണ്ട് അല്ലേ? എങ്കിൽ 6 മാസം താമസിക്കാം, പോരെ? അതിനായി നീ ഒരുങ്ങിക്കൊള്ളുക മകനെ. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. തിരുമനസ്സുകൊണ്ട് പ്രഭാത പ്രാർത്ഥനയും ധ്യാനവും കഴിഞ്ഞ് പതിവ് പോലെ പള്ളിപ്പറമ്പിൽ ഉലാത്തുവാൻ തുടങ്ങി. പല പട്ടക്കാരും തിരുമേനിയോടൊത്ത് ഉണ്ടായിരുന്നതിൽ ബഹുമാനപ്പെട്ട വികാരി ഇലവിനാമണ്ണിൽ കുര്യാക്കോസ് അച്ഛനോട് തിരുമേനി ഇപ്രകാരം കൽപ്പിച്ചു, ഇവിടുത്തെ താമസം നമുക്ക് വളരെ സുഖമായി തോന്നുന്നു. ഇവിടെ സ്ഥിരമായി താമസിച്ചാൽ കൊള്ളാമെന്ന് നാം ആഗ്രഹിക്കുന്നു. വികാരിയച്ഛൻ വിനയപുരസരം അറിയിച്ചു, തിരുമനസ്സിലെ സാന്നിധ്യം ഞങ്ങൾക്കെന്നും സന്തോഷപ്രദമാണ്. എന്നാൽ ഈ പള്ളി വളരെ ചെറുതാണല്ലോ എന്നൊരു വ്യസനമേ അടിയങ്ങൾക്കുള്ളൂ. ഉടനെ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ വ്യസനിക്കണ്ട. ഇത് ചെറുതല്ല, ഈ പള്ളി വലുതായിക്കൊള്ളും. അന്ന് പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കാനായി പല ഇടവകകളിൽ നിന്നും വന്ന പട്ടക്കാരോട് പിതാവ് ഇങ്ങനെ കൽപ്പിച്ചു, നിങ്ങളാരും ഇന്ന് പോകരുത്. 4-5 ദിവസം നമ്മോടൊത്തൊന്ന് വസിച്ചുകൂടെ? അന്ന് വൈകുന്നേരം തിരുമേനിമാരുമായി പലതും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മേൽപ്പട്ടക്കാർക്കു വേണ്ടി ഉള്ള കന്തീലായിലെ പല ഭാഗങ്ങളും ചൊല്ലിക്കേൾപ്പിക്കുകയും മരിച്ചവർക്ക് വേണ്ടി നടത്തേണ്ട പ്രാർത്ഥന, കുർബാന മുതലായവയെപ്പറ്റി പലതും കൽപ്പിക്കുകയുമുണ്ടായി. കന്തീലായിലെ ഭാഗങ്ങൾ പലതും ചൊല്ലി കേൾപ്പിച്ചു. മരണാനന്തര പ്രാർത്ഥനയും കുർബാനയും ഇവ കൽപ്പിച്ചു. കന്തീലായിലെ ഭാഗങ്ങൾ പലതും ചൊല്ലി കേൾപ്പിച്ചു.
മരണാനന്തര പ്രാർത്ഥനയും കുർബാനയും ഇവ കൽപ്പിച്ചു. അന്ന് തന്നെ പരിശുദ്ധ പിതാവ് തിരുമേനിമാരെയെല്ലാം വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു: നാം നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശത്രുക്കളുടെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഈ മഞ്ഞനിക്കര മാർ സ്തേഫാനോസ് പള്ളിക്കാരെയും ഇവിടുത്തെ വികാരി അച്ഛനെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കുന്നതിനും മരിച്ചുപോയ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന എപ്പോഴും ഇവർക്കുണ്ടായിരിക്കുന്നതിനും മറ്റുമായി പരിശുദ്ധന്റെ അസ്ഥി ഈ പള്ളിയിൽ സ്ഥാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ഇതിന് തിരുമേനിമാരായ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായമറിയുവാൻ നാം ആഗ്രഹിക്കുന്നു. തിരുമേനിമാരെല്ലാവരും തന്നെ ഇതിനനുകൂലമായി മറുപടി നൽകി. തുടർന്ന് പരിശുദ്ധ പിതാവ് ഇങ്ങനെ കൽപ്പിച്ചു: നാളെ ശനിയാഴ്ചയാണല്ലോ, മാർ ക്ലിമ്മീസ് വിശുദ്ധ കുർബാന അർപ്പിക്കണം. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധന്റെ അസ്ഥി നമുക്ക് ഈ പള്ളിയിൽ സ്ഥാപിക്കണം. പരിശുദ്ധ പിതാവ് ഷീമയിൽ നിന്നും തിരിച്ചപ്പോൾ 3 പരിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നിരുന്നതിൽ ഒന്നിനെക്കുറിച്ചായിരിക്കും ബാബ കൽപ്പിക്കുന്നതെന്ന് തിരുമേനിമാർ കരുതി. പുണ്യപിതാവിൻ തിരുമൊഴികൾ കേട്ട് തിരുമേനിമാരവർ തരിച്ചുപോയി. പരിശുദ്ധനരുളിയ പരമാർത്ഥം പൊരുളൊന്നും അറിയാതവർ തരിച്ചുപോയി. പരിശുദ്ധനരുളിയ പരമാർത്ഥം പൊരുളൊന്നും അറിയാതവർ ധരിച്ചുപോയി. ബാബ തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് ശനിയാഴ്ച രാവിലെ മാർ ക്ലിമ്മീസ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചു. പരിശുദ്ധനായ ബാബ തിരുമനസ് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് കുർബാന മധ്യേ ഇങ്ങനെ പ്രസംഗിച്ചു: നാം ഇന്ത്യയിലേക്ക് തിരിച്ചത് മലങ്കരയിൽ സമാധാനം കൈവരിക്കാനായിട്ടാണ്. ഇവിടെ നാം എത്തിയ ഉടൻ സമാധാനത്തിന്റെ വാതിൽ തുറക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും സമാധാനം സംസ്ഥാപിതമായിട്ടില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ടാകും. ഇവിടെ ഐക്യത്തോടുള്ള സമാധാനം സംശയകരമായിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട്. നമ്മുടെ ഹൃദയം വെന്തു വെണ്ണീറാകുന്നു. ഇന്നുവരെയും വിശുദ്ധ സിംഹാസനം ഏറ്റവും വിശുദ്ധവും മഹനീയവുമായി സ്ഥിതി ചെയ്യുന്നു. ആ വിശുദ്ധ സിംഹാസനത്തോട് നിങ്ങൾക്കുള്ള അഗൈതവുമായ സ്നേഹത്തെ നാം ഒരു നാളും മറക്കുന്നതല്ല. നമ്മുടെ മിശിഹാ തമ്പുരാന്റെ 2ാമത്തെ വരവെങ്കിൽ തന്നോടുകൂടി നാമും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ആ അവസരത്തിൽ നമ്മെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വളരെയും സന്തോഷമുണ്ടാകുമെന്നും നാം വിശ്വസിക്കുന്നു. വാത്സല്യ മക്കളെ, അന്ത്യോക്യ സിംഹാസനം നിങ്ങളുടെ ശിരസ്സായിരിക്കുന്നതിനാൽ നിങ്ങൾക്കുള്ള ബഹുമാനവും അഭിമാനവും എത്ര വളരെയാകുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇടിമിന്നലേറ്റപ്പോൾ നടുങ്ങി തരിച്ചുപോയി ഹൃദയം തകർന്നുള്ള മൊഴികൾ കേട്ട് മഞ്ഞനിക്കരയിലായി കൂടിയോരായിരങ്ങൾ അണിനിരന്നൊന്നായി പ്രതിജ്ഞ ചെയ്തു, ഐക്യ പ്രതിജ്ഞ ചെയ്തു. അന്ന് മഞ്ഞനിക്കര മാർ സ്തേഫാനോസ് പള്ളിയിൽ തടിച്ചുകൂടിയ മഹാജനങ്ങൾ ഐക്യവും സമാധാനവും ഉറപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. വിഘടിതരായി നിന്നിരുന്ന സഭയിലെ ഒട്ടനേകം പട്ടക്കാരുമായി ബാവ തിരുമേനി ഐക്യത്തിനും സമാധാനത്തിനുമായി കേണപേക്ഷ തന്നെ നടത്തി. ഏതുവിധ ക്ലേശവും സഹിച്ച് സത്യവിശ്വാസത്തിൽ നിൽക്കണമേ എന്ന് ഉത്ബോധിപ്പിച്ചു. തിരുമനസ്സുകൊണ്ട് ഉച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാതൽ കടിച്ചു. വീണ്ടും പ്രാർത്ഥനയിൽ മുഴുകി. ശേഷം തിരുമനസ്സിലെ ആജ്ഞയനുസരിച്ച് പ്രൈവറ്റ് സെക്രട്ടറി അടുത്തിരുന്ന് ഷീമയിലേക്കുള്ള കൽപ്പന എഴുതിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തിരുമനസ്സുകൊണ്ട് എഴുത്തു നിർത്തി. ഏതാനും നിമിഷം ധ്യാന നിമഗ്നനായിരുന്നു. പിന്നീട് എഴുന്നേറ്റു. നെറ്റിയിൽ കൈവച്ചുകൊണ്ട് എന്റെ തല ചുറ്റുന്നു, എന്റെ തല ചുറ്റുന്നു എന്ന് കൽപ്പിച്ചു. മുറിയിൽ മന്ദം മന്ദമായി ഉലാത്തിക്കൊണ്ടിരുന്നു. റംബാൻമാരും പട്ടക്കാരും പരിഭ്രാന്തരായി. റംബാൻമാർ അടുത്തു ചെന്നപ്പോഴത്തേക്കും പരിശുദ്ധ പിതാവ് വീഴാൻ പോകുന്നത് പോലെ തോന്നി. ഉടനെ എല്ലാവരും ചേർന്ന് താങ്ങിയെടുത്ത് മെത്തയിൽ കിടത്തി. നിതാന്തവന്യ ദിവശ്രീമാന്മാരായ മാർ ക്ലിമ്മീസ്, മിഖായേൽ, മാർ ദിവന്യാസിയോസ്, മാർ യൂലിയോസ് എന്നീ തിരുമേനിമാരും വന്യ റംബാൻമാരും നിരവധി പട്ടക്കാരോടൊപ്പം പള്ളി വികാരി ഇലവനാമണ്ണിൽ കുറിയാക്കോസ് അച്ഛനും പിതാവിന്റെ ശയ്യക്കരിയുണ്ടായിരുന്നു. നിതാന്ത വന്യ ദിവശ്രീമാൻ മിഖായേൽ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ധൃതിഗതിയിൽ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ തിരുശരീരം തണു